അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ജീവിതകഥ. ഈ ഒരു കഥ ആർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ തോറ്റുപോയവർ എന്ന് കരുതുന്ന പലർക്കും ഇത് ഉപകാരപ്പെടും. ജീവിതത്തിൽ തോറ്റുപോയല്ലോ എന്നോർത്ത് നിരാശരായിരിക്കുന്നവർക്ക് തീർച്ചയായും ഇത് മുഴുവനായി നിങ്ങൾ കേൾക്കണം. പിന്നെ ഞാൻ പറയുന്ന ചില കഥകൾ അത് കേട്ടിട്ട് ചിലർ കമൻറ്റിലൂടെ പറയാറുണ്ട്, ഇതൊരു സിനിമാ കഥ പോലെ ഉണ്ടല്ലോ എന്ന്. ഇതൊരു സിനിമാ കഥയാണെന്ന് അവർ ഉറപ്പിക്കുകയാണ്. ഇത് സിനിമാ കഥയാണെന്ന്. അതൊരു സിനിമാ കഥയല്ല, അദ്ദേഹത്തിൻ്റെ കഥ സിനിമയാക്കിയതാണ്. സിനിമ ജീവിതമാക്കിയതല്ല, ജീവിതം സിനിമയാക്കിയതാണ്. അങ്ങനെയുള്ള കഥകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ ജീവിതത്തിലെ കഥയിൽ നിന്നേ നമുക്ക് ചിലതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ്റെ മുഴുവനായിട്ടുള്ള ജീവിതം, ആ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അവർ മരണപ്പെടുന്നത് വരെ ജീവിത കഥയാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ബോറടിക്കാം. എന്നാണ് എഴുതി തയ്യാറാക്കിയ കഥയല്ല. ഒരാളുടെ കഥ മനസ്സിലാക്കി അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. ഒരാളുടെ കഥ നമ്മളോട് പറഞ്ഞത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. ഈ ഒരു കഥ എന്ന് പറയുന്നത്, ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ ആ ഉമ്മ എന്നും മകന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോനെ ഒന്ന് നന്നാക്കി തരണേ എന്ന്. എന്നുവെച്ചാൽ ആ ഒരു കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ആ മോന്. ആ മോനെ ഒന്ന് നന്നായി കാണുവാനാണ് ആ ഉമ്മ എന്നും ദുആ ചെയ്യുന്നത്. ആ മോനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ മോനിക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം. ഈ ഒരു കഥ കേട്ടാൽ നിങ്ങളും ദുആ ചെയ്യും. ചെറുതിലെ ഉപ്പ നഷ്ടപ്പെട്ടതാണ്. 2 മക്കളടങ്ങുന്ന കുടുംബമാണ്. ആണും പെണ്ണുമായിരുന്നു ഇവർക്ക് മക്കൾ. അതിലൊരാളാണ് റഹീം. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട റഹീം. ഉപ്പ നഷ്ടപ്പെട്ടതോടെ ചെറുപ്രായത്തിലെ ബുദ്ധിയില്ലാത്ത ആ കാലത്ത് ഈ ഒരു ചെറിയ മോന് ആ കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും ഏറ്റെടുക്കുകയാണ്. അവൻ്റെ വിദ്യാഭ്യാസവും ഒക്കെ പോയി ഉപ്പ മരണപ്പെട്ടതോടെ. അവൻ്റെ ബുദ്ധി കൊണ്ട് അവൻ സ്വയം പര്യാപ്തപ്പെടുകയാണ്. അനുജത്തിയെ പഠിപ്പിക്കണം, കുടുംബം നന്നായി നോക്കണം. ആ ചെറിയ ബുദ്ധിയിലുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ചെറിയ പ്രായത്തിലെ മാർക്കറ്റിൽ ജോലി ചെയ്ത് ആ കുടുംബം നോക്കാൻ തുടങ്ങി. പണം പോരാതെ വരുമ്പോൾ ചുമടെടുത്തും ആ കുടുംബത്തെ നോക്കി. ഇതൊന്നും ഉമ്മ അറിയില്ലായിരുന്നു. കൈനിറയെ പണം കൊണ്ടുവരുമ്പോൾ മകൻ ചുമടെടുക്കുന്ന കാര്യം ഉമ്മ അറിയില്ലായിരുന്നു. ചുമടെടുത്താലാണ് അധികം തുക കിട്ടുക. അതുകൊണ്ട് ഇടക്കൊക്കെ ചുമടെടുക്കും. അനുജത്തിയെ പഠിപ്പിച്ച് നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ നല്ല രീതിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഉമ്മക്ക് ഇനിയുള്ള ആഗ്രഹം മകനെ ഒന്ന് വിവാഹം കഴിപ്പിക്കുക, അതൊന്ന് കാണുക. മകൻ റഹീമിനോട് പറയാൻ തുടങ്ങി, മോനെ നീ ഒരു കല്യാണം കഴിക്കടാ, നീ നന്നായി കണ്ടിട്ട് വേണം ഉമ്മക്ക് കണ്ണടക്കാൻ. അത് എന്നും ഉമ്മ ദുആ ചെയ്യുന്നതാണ്. അവളുടെ കല്യാണത്തിൻ്റെ കുറച്ച് കടം കൂടി ബാക്കിയുണ്ട് ഉമ്മ, അതും കൂടി കഴിഞ്ഞിട്ടാവാം കല്യാണമൊക്കെ, ഞാൻ കഴിക്കും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ആ കടങ്ങളൊക്കെ വീടി ഇവനും ഒരു കല്യാണത്തിന് തയ്യാറെടുക്കുകയാണ്. ഇവർ വലിയ നിലയിലൊന്നും എത്തിയിട്ടില്ലെങ്കിലും ജീവിക്കാനുള്ള വകയൊക്കെ അവൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കഷ്ടപ്പാടുള്ള പണിയെന്ന് മാത്രം. ചെറിയ പ്രായത്തിലെ അധ്വാനിക്കുന്നത് കൊണ്ട് തന്നെ കല്യാണപ്രായം എത്തുമ്പോഴേക്ക് തന്നെ അവൻ്റെ ശരീരത്തിലൊക്കെ പലയിടത്തും വേദനകളാണ്. അങ്ങനെ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് മകനെ കൊണ്ട് കെട്ടിച്ചു. കല്യാണം കഴിഞ്ഞതോടുകൂടി ബാധ്യത കൂടി, ജോലിയിലെ അധ്വാനവും കൂടി. പണത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം മാർക്കറ്റിലെ ചുമടെടുക്കുന്നവനായി മാറി. അവന് 2 മക്കളായി, നല്ല 2 പൊന്നുപോലുള്ള മക്കൾ. അതും ഇതുപോലെ തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയായിരുന്നു. എത്ര കാലമായി ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്, ആടും പോലെ പണിയെടുത്ത് കുടുംബത്തെ നോക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ മകന് ഒരു വിശ്രമവും ഇല്ലല്ലോ എന്ന് എന്നും ആ ഉമ്മ നിസ്കാരപ്പായിൽ നിന്നും കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. ആ ഉമ്മയുടെ മനസ്സിൽ അതായിരുന്നു, എൻ്റെ മോനെ ഒന്ന് നന്നായി കാണുവാൻ. എത്ര കാലമായി എൻ്റെ മോൻ ഇങ്ങനെ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്, ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ ആടും പോലെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. അദ്ദേഹം മരണപ്പെട്ട അന്നു മുതൽ തുടങ്ങിയ നയിപ്പാണ്. ഇതൊക്കെ ആ ഉമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. പണിയെടുത്ത് അവൻ്റെ ആരോഗ്യനിലയൊക്കെ വഷളാകാൻ തുടങ്ങി. ചെറിയ പ്രായത്തിലെ നടുവൊക്കെ ഒടിഞ്ഞുപോയി. നിവർന്ന് നടക്കേണ്ട പ്രായത്തിൽ കുനിഞ്ഞു നടക്കുന്ന അവസ്ഥ. അങ്ങനെ അവൻ്റെ മക്കളും ഇങ്ങനെ വളർന്നു വരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് ഈ ജീവിതത്തിൽ തോറ്റുപോയവരാണ് പലരും. ആരുടെ ജീവിതത്തിലും 100% ക്ലിയർ അല്ല എന്നും കൂടി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ കഥയിലൂടെ. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ വിചാരിക്കും, നമുക്ക് എന്നും വിഷമം തന്നെ. അപ്പോൾ മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നില്ല. നമ്മൾ പുറമേലുള്ള കാര്യം മാത്രമേ കാണുന്നുള്ളൂ. പണമുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ, ജീവിതത്തിൻ്റെ കാര്യത്തിൽ ആരും 100% സന്തോഷവാന്മാരല്ല. ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ അടങ്ങിയതാണ് ജീവിതം. ജീവിതത്തിൽ തോറ്റുപോയവരോടാണ് ഞാൻ പറയുന്നത്. തോറ്റുപോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നവരോട്. നമ്മളൊക്കെ ജീവിതത്തിൽ തോറ്റുപോയവരായിരിക്കും. ജീവിതത്തിൽ തോക്കുന്നതല്ല കാര്യം, പടച്ച റബ്ബിൻ്റെ മുന്നിൽ ജയിക്കുന്നതാണ് കാര്യം. ജീവിതത്തിൽ തോറ്റുപോയ പലരും
പടച്ചറബിന്റെ മുന്നിൽ ജയിച്ചവരായിരിക്കും. നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളും പ്രയാസങ്ങളായിരിക്കും നമ്മുടെ കുടുംബത്തിൽ. അപ്പോൾ നമ്മൾ തോന്നിപ്പോവുകയാണ് നമ്മുടെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെ എത്രയെത്ര ആളുകൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അവരാണ് ജീവിതത്തിൽ തോറ്റുപോയവർ. ജീവിതത്തിൽ തോറ്റുപോയവർ ജയിച്ചവരാണ്. എന്നുവെച്ചാൽ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അവരുടെ തോൽവിയും അവരെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് അവരുടെ ജീവിതത്തിൽ. അപ്പോഴാണ് പടച്ചറബിൽ നമ്മൾ ജയിക്കുന്നത്. ജീവിതം അങ്ങനെയാണ്. തോറ്റുപോയി എന്ന് തോന്നുന്നിടത്ത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. മരിക്കാൻ എല്ലാവർക്കും പറ്റും. മരിക്കാനെന്താ വിഷമം? ജീവിക്കാനാണ് പ്രയാസം. അങ്ങനെ റഹീമിൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴൊക്കെ റഹീം കരുതും, കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ എനിക്കും ഒരു വിശ്രമമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് അവൻ ഇത്രയും നാൾ അങ്ങ് ജീവിച്ചങ്ങോട്ട് മുന്നോട്ട് പോയത്. ഇപ്പോൾ മക്കളായി, മക്കൾ വളർന്ന്, എന്നിട്ടും മാർക്കറ്റിലെ ചുമട്ട് ജോലി തന്നെയാണ് റഹീം ചെയ്യുന്നത്. റഹീമിന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയായിരുന്നു. നല്ലൊരു പൊന്നു മക്കളായിരുന്നു. അവർ വളർന്നു. മകളുടെ വിവാഹം കഴിഞ്ഞു. മക്കളെയൊക്കെ നന്നായി പഠിപ്പിച്ചിരുന്നു, കഷ്ടപ്പെട്ടായാലും. അതുകൊണ്ട് തന്നെ റഹീമിൻ്റെ മകന് നല്ലൊരു ജോലി കിട്ടി അങ്ങ് ദുബായിൽ. അക്കൗണ്ടിങ്ങിൻ്റെ ജോലിയായിരുന്നു. ഇനി അവനെ കൊണ്ടുവേണം ഇവൻ നന്നാവാൻ. മകന് ജോലിയൊക്കെയായി മകളെ കൊണ്ട് നല്ലൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ആ കുടുംബം ഇപ്പോൾ ഉള്ളത് നല്ലൊരു അവസ്ഥയിലാണ്. ഉമ്മക്കും ഒരുപാട് സന്തോഷമായി. ഉമ്മയുടെ പ്രാർത്ഥന ഫലിക്കാൻ പോവുകയാണ്. എൻ്റെ മകൻ്റെ നല്ലൊരു ജീവിതം അതൊന്ന് കൺകുളിർക്കെ കണ്ടിട്ട് വേണം ആ ഉമ്മക്ക് കണ്ണടക്കാൻ. ഉമ്മയും പ്രായമായി വയ്യാതായിക്കൊണ്ടിരിക്കുകയാണ്. മകൻ്റെ നല്ലൊരു ജീവിതം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കൾ പറഞ്ഞു, ഇനി ഉപ്പ ജോലിക്കൊന്നും പോകണ്ടെന്ന്. ഇനി അതിലപ്പുറം സന്തോഷം ആ ഉമ്മക്ക് എന്തുണ്ട്? ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം, ആ ഒരു പ്രാർത്ഥന ഇന്ന് സഫലമാകുകയാണ്. ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ റഹീം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ആ ജോലി ആടെ ഉപേക്ഷിച്ചു. എന്നാണ് തീരെ വയ്യ. മക്കൾ പറയാൻ വേണ്ടി കാത്തു നിൽക്കിയ ഉപ്പ മക്കളൊക്കെ നല്ല നിലയിലായി. വയ്യ എന്ന് ഇതുവരെ ഉമ്മയോടും ആ മക്കളോടും പറഞ്ഞിട്ടില്ല ആ ഉപ്പ. ആ മക്കളുടെ വായിൽ നിന്നും വരാൻ കാത്തിരിക്കുക, ഉപ്പ ഒന്ന് റെസ്റ്റ് എടുക്കുകയെന്ന്. രണ്ടു മക്കളും കൂടി പറഞ്ഞു, ഉപ്പ ഇനി ജോലിക്കൊന്നും പോവല്ലേ. ആ ഉപ്പ ജോലിക്ക് ഞാൻ പോകുന്നും പറഞ്ഞിട്ടില്ല. അപ്പാടന്നെ ആ ജോലി ഉപേക്ഷിച്ചു. അങ്ങനെ വീട്ടിൽ വിശ്രമ ജീവിതമായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ വീട്ടിൽ വിശ്രമ ജീവിതം റഹീമിന്. റഹീമിൻ്റെ അധ്വാനത്തിനുള്ള ഫലം അനുഭവിക്കാൻ തുടങ്ങിയെന്ന് റഹീമിന് മനസ്സിലായി. റഹീം പടച്ച റബ്ബിനോട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇനി അങ്ങോട്ടൊന്ന് നന്നായി ശ്വാസം വിട്ട് ജീവിക്കണമെന്ന് റഹീം ആഗ്രഹിച്ചു. എന്നുവെച്ചാൽ ഈ ലോകമൊന്നും അവൻ കണ്ടിട്ടില്ല. അവൻ്റെ ലോകം മുഴുവനും അവൻ്റെ കുടുംബമായിരുന്നു. ആ കുടുംബത്തെ നോക്കലായിരുന്നു. ചെറിയ പ്രായത്തിൽ, ആ കളിക്കുന്ന പ്രായത്തിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയതാ പൊന്നുമോൻ. എന്താ പറയാ, ഒരു മാസം മാത്രമേ ആ സന്തോഷത്തിന് ആയുസുള്ളൂ. ഒരു മാസത്തിനപ്പുറം റഹീമിന് വയ്യാതാവുകയാണ്. ശരീരമാകെ ഒരു വിറയൽ, തലകറക്കം, ശ്വാസം മുട്ടുന്നത് പോലെ, അങ്ങനെ എന്തൊക്കെയോ പരവേശം. സാധാരണ നമ്മളൊക്കെ കാണിക്കുന്നത് പോലെ നാട്ടുമ്പുറത്തെ ആശുപത്രിയിലൊക്കെ കാണിച്ച് കൈനിറയെ മരുന്നുകളുമായി വരും. ആ മരുന്നും കഴിച്ചിരിക്കുക. സമാധാനമായിട്ടൊന്ന് ശ്വാസം വിട്ട് കുടുംബത്തോടൊപ്പം സന്തോഷത്തിൽ ജീവിക്കണമെന്ന് കരുതിയ ആ ഒരു മനുഷ്യൻ ഇപ്പോൾ സ്വയം ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ്. ഒന്ന് ശ്വാസം വിടാൻ, ശരിക്കും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതാവുകയാണ്. മക്കളൊക്കെ നല്ല നിലയിലായി. ഉപ്പക്ക് തീരെ വയ്യാതായതറിഞ്ഞ് ആ നല്ലൊരു പൊന്നുമോൻ, റഹീമിൻ്റെ മോൻ, അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും ഓടിയെത്തി. ഉപ്പയെ നല്ലൊരു ഡോക്ടർക്ക് തന്നെ കാണിക്കണമെന്ന് അവനൊരൊറ്റ നിർബന്ധമായിരുന്നു. അങ്ങനെ ഉപ്പയെയും കൊണ്ട് നല്ലൊരു ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോയി. ഇതൊക്കെ കണ്ടു നിന്ന റഹീമിൻ്റെ ഉമ്മയുടെ നെഞ്ച് പൊട്ടുകയാണ്. പടച്ച റബ്ബേ, എൻ്റെ മോന് എന്ത് തെറ്റാണ് ചെയ്തത് എന്ന്. ഇത്ര നാളും കഷ്ടപ്പെട്ട് ജീവിച്ച് എൻ്റെ പൊന്നുമോന് നല്ലൊരു ജീവിതം വന്നപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയായല്ലോ പടച്ച റബ്ബേ എന്ന്. റഹീമിനെയും കൊണ്ടുപോയി നല്ലൊരു ആശുപത്രിയിൽ നല്ലൊരു ഡോക്ടർക്ക് കൊണ്ടുപോയി കാണിച്ച് പല ചെക്കപ്പും പല ടെസ്റ്റുകളും ചെയ്തപ്പോഴാണ് സുബ്ഹാനല്ലാഹ്, റഹീമിന് പിടിപെട്ടിരിക്കുന്നത് ക്യാൻസർ രോഗമാണ്. അതും ശരീരത്തിനകത്ത് കാര്യമായ സ്ഥലത്ത്. റഹീമിന് ക്യാൻസർ ആണെന്ന് റഹീം അറിയില്ല. ആ മോൻ മാത്രമേ അറിയൂ. തളർന്നു പോയിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഈ സംഭവം, ഈ ഒരു രോഗം രോഗിയോട് തീർച്ചയായും പറയണമെന്ന്. അവരുടെ ജീവിതം ഇനി കുറച്ച് നാളുകൾ മാത്രം. അവർക്കിനി പല ആഗ്രഹങ്ങളും ഉണ്ടാകും. അവരോട് ഇത് പറഞ്ഞാൽ അവരുടെ കുറച്ച് ദിവസങ്ങൾ അവർ വർഷങ്ങളായി കാണും. അതുകൊണ്ട് തീർച്ചയായും അവരോട് ഇതൊക്കെ പറയണം. പറഞ്ഞില്ലെങ്കിൽ അവസാന ഘട്ടം പരവേശമായിരിക്കും ആ മനുഷ്യനുണ്ടാവുക എന്ന്. അങ്ങനെ റഫീഖിൻ്റെ മകൻ ഏറെ സങ്കടത്തോടെ ഡോക്ടറോട് പറഞ്ഞു, താങ്കൾ തന്നെ പറഞ്ഞോളൂ.
റഫീഖ് ഇതറിഞ്ഞതും പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി. ഈ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടവും മക്കളോടും ഭാര്യയോടും ഉമ്മയോടും ആരോടും കാണിച്ചില്ല. ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിച്ചു. പടച്ച റബ്ബിനോട് റഹീം പറഞ്ഞു അത്രേ, പടച്ച റബ്ബേ, മുമ്പൊന്നും എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. ഈ ജീവിതം എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാ മതിയെന്ന് വിചാരിച്ച ഒരുപാട് നാളുകളുണ്ടായിരുന്നു. ജീവിതം മടുത്ത നാളുകളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ജീവിക്കണമെന്ന് കൊതി തോന്നുകയാണ് റബ്ബേ. ജീവിതം മടുത്തു നിൽക്കുന്ന ആ സമയത്തൊന്നും റഹീമിന് ഇത് തോന്നിയിട്ടില്ല. എങ്ങനെയെങ്കിലും ജീവിതം അങ്ങ് തീർന്നാൽ മതി എന്നേ കരുതിയിട്ടുള്ളൂ. എല്ലാ സുഖസൗകര്യങ്ങളുമായി നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റഹീമിനെ മരണം ഇങ്ങനെ മാടി വിളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ആ മനുഷ്യൻ്റെ അവസ്ഥ. മരണവുമായി കാത്തു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം, കുറച്ച് നാളുകൾ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. ആ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള ജീവിതം? ആ മനുഷ്യന് മാത്രമേ അറിയൂ. നാളെ മരിക്കുമെന്ന് അറിഞ്ഞിട്ട് ജീവിക്കുക. അങ്ങനെ ഈ വാർത്ത ഉമ്മയറിഞ്ഞു. ഉമ്മ പടച്ച റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, റബ്ബേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകൻ നന്നായി കാണാനല്ലേ റബ്ബേ ഞാൻ ദുആ ചെയ്തത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പൊന്നുമോൻ്റെ മരണം കാണുവാനല്ലല്ലോ റബ്ബേ ഞാൻ ദുആ ചെയ്തത് എന്ന്. അങ്ങനെ റഹീമിന് ക്യാൻസറിനുള്ള ചികിത്സ തുടങ്ങിക്കഴിഞ്ഞു. ക്യാൻസറിനുള്ള ചികിത്സ തുടങ്ങിയാൽ നമുക്കറിയാലോ, ഇനി ഇത്ര നാൾ മുടിയൊക്കെ പോയി റഹീമിൻ്റെ ആകെ കോലമൊക്കെ കെട്ട്. പ്രായമായ ഉമ്മ കിടക്കപ്പായിൽ കിടക്കുന്ന മകനെ ശുശ്രൂഷിക്കേണ്ട അവസ്ഥ. അവരും ഇന്ന് ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ. പിന്നെ നമുക്കെന്താണ് കുഴപ്പം? ജീവിതം അങ്ങനെ ജീവിക്കുക. മരണം നിശ്ചയിക്കുന്നവൻ പടച്ച റബ്ബാണ്. ക്യാൻസർ എന്ന ഈ മരണരോഗത്തെ, മരണത്തിൻ്റെ തീയതി ഡോക്ടർ നിശ്ചയിച്ചുവെങ്കിലും പടച്ച റബ്ബ് എന്തെങ്കിലും അത്ഭുതം കാണിക്കില്ലേ? അത്ഭുതം കാണിച്ചേക്കാം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവരിന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മ മകനെ ഈ ഒരു വയ്യാത്ത സമയത്ത് താലോലിച്ചുകൊണ്ടിരിക്കുക കിടക്കപ്പായിൽ. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക, നിങ്ങൾ ദുആ ചെയ്യല്ലേ, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് റഹീം തന്നെ പറയാണ് പടച്ച റബ്ബിനോട്. ഇതിന് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് റഹീമിൻ്റെ ജീവൻ. പറ്റുന്നവർ മാത്രമല്ല, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും റഹീമിന് വേണ്ടി ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. പടച്ച റബ്ബ് എന്തെങ്കിലും അത്ഭുതം കാണിക്കും. നമുക്ക് കാത്തിരിക്കാം. നല്ലൊരു വാർത്തയുമായി അടുത്ത വീഡിയോയിൽ വരാൻ സാധിക്കട്ടെ എന്ന് ഞാനും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.